الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മേവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ശബ്ദമുഖരിതവും ബഹളമയവുമായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒച്ചപ്പാടുകളും പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും അതൊക്കെ കഴിഞ്ഞുപോയി. ഇന്നലെ നമ്മുടെ വോട്ടവകാശം വിനിയോഗിച്ചതിലൂടെ നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചത്. ഇനി വരാനുള്ളത് കുറച്ചാളുകളുടെ വിജയവും മറ്റു ചിലരുടെ പരാജയവുമാണ്. അതിനോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെയാണ്. എന്നാലും നമ്മുടെ ബഹളങ്ങൾക്കോ പ്രസ്താവനകൾക്കോ പ്രഖ്യാപനങ്ങൾക്കോ ഒന്നും ഇനിയും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കുറവ് വരാനിടയില്ല. ഈ പരക്കമ്പാച്ചലുകൾക്കിടയിലെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ പാലിക്കേണ്ട അച്ചടക്കങ്ങളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ അല്ലാഹു നമ്മോട് കൽപ്പിച്ച രീതിയിലായിരിക്കുക എന്നുള്ളത്. സംസാരിക്കുവാനുള്ള നമ്മുടെ കഴിവ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പലയിടങ്ങളിലും അതിനെക്കുറിച്ച് നമ്മെ ഉണർത്തുന്നുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വിശദീകരിച്ചതിൽ അല്ലാഹു നമ്മെ ഖുർആൻ പഠിപ്പിച്ചതും നമ്മെ സൃഷ്ടിച്ചതും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ നമുക്ക്
ആശയവിനിമയ ശേഷി നൽകിയതും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാവും ചുണ്ടും അല്ലാഹു നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംസാരശേഷി നൽകി എന്നൊക്കെ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരസ്യ സംസാരങ്ങളിലാകട്ടെ സ്വകാര്യമായ നമ്മുടെ സംസാരങ്ങളിലാകട്ടെ നമ്മൾ മറന്നു പോകാതെ സ്വീകരിക്കേണ്ട അജണ്ടകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറ അൻ-നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. മനുഷ്യരുടെ സ്വകാര്യ സംസാരങ്ങളിൽ ഏറിയ കൂറും ഗുണമില്ലാത്തതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ സ്വകാര്യ സംസാരങ്ങളാകട്ടെ, നിങ്ങളുടെ കൂടിയിരുത്തങ്ങളാകട്ടെ, നിങ്ങളുടെ മീറ്റിങ്ങുകളും യോഗങ്ങളുമാകട്ടെ, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇല്ലാ മൻ അമറ ബി സ്വദഖത്തിൻ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നമ്മുടെ സംസാരത്തിൻ്റെ അജണ്ടകൾ എന്തൊക്കെയാകണമെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള ധർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കണം. നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ നമുക്ക് സഹായിക്കാൻ എന്തുണ്ട് വഴി? നിങ്ങളുടെ മീറ്റിങ്ങുകളും യോഗങ്ങളും സംസാരങ്ങളും നിങ്ങളുടെ മെസ്സേജുകളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയുള്ള നിങ്ങളുടെ സജീവതയുമൊക്കെ ഈ അജണ്ടകൾ കൂടി നിങ്ങൾ പാലിക്കണമെന്ന് അല്ലാഹു പറയുകയാണ്. മറ്റൊരാൾക്ക് എങ്ങനെ സഹായം നൽകണമെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഔ മഅറൂഫ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മ നിറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാകുന്ന, അവർക്കിടയിലുള്ള വഴക്കുകളും വക്കാണങ്ങളും ഒതുക്കി തീർക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങളുടെ വിഷയങ്ങളിൽ വരണം. എന്നാലേ നിങ്ങളുടെ സംസാരങ്ങളിൽ നന്മയുണ്ടാവുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വല്ലവരും ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ, അങ്ങനെയുള്ളവർക്കാണ് നാം മഹത്തായ പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് സംസാരിക്കണമെന്നും അതെങ്ങനെ സംസാരിക്കണമെന്നും അതിൻ്റെ രീതിയും ശൈലിയും വാക്കിൻ്റെ പ്രയോഗം പോലും എങ്ങനെയാകണമെന്നും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിലാണ് ശരിക്ക് ഒരാളുടെ വ്യക്തിത്വം, അയാളുടെ ധാർമ്മികമായ നിലവാരം, അയാളുടെ സാംസ്കാരിക ബോധം അതൊക്കെ നിലനിൽക്കുന്നത് എന്നതാണ്. ലിസാനുൽ ഫത്താ നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അയാളുടെ ധാർമ്മിക നിലവാരവും അയാളുടെ സാംസ്കാരിക ബോധവുമൊക്കെ അയാളുടെ വാക്കിലാണ്, അയാളുടെ നാവിൻ തുമ്പിലൂടെ വരുന്ന സംസാരങ്ങളിലാണെന്നാണ്. മറ്റൊന്ന് വനിസ്ഫുൻ ഫുആദുഹു, മറ്റൊന്ന് അയാളുടെ ചിന്താഗതിയിലാണ്, അയാളുടെ നിലപാടിലാണ്, നിലപാടിൻ്റെ ശരിതെറ്റുകളിലാണ് ഒരാൾ അളക്കപ്പെടുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്, വല്ലദീ ലാ ഇലാഹ ഗൈറുഹു മാ അലാ ലഹരിൽ അർളി ഷൈഉൻ അഹ്വജു ഇലാ തൂലി സിജ്നിൻ മിൻ ലിസാൻ. ഈ ദുനിയാവിൽ ഏറ്റവും ദീർഘകാലം തടവ് ശിക്ഷ അർഹിക്കുന്നത് മനുഷ്യൻ്റെ നാവാണ്. നാവിനെയാണ് തടവിലിടേണ്ടത്. നാവ് നന്നായാൽ നമ്മുടെ സംസാരം നന്നാകും. അതേപോലെ തന്നെ നോക്കൂ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നന്നാകുന്നത് അവൻ്റെ ഈമാൻ നന്നാകുന്നതിലൂടെയാണ്, ആദർശ വിശുദ്ധിയിലൂടെയാണ്. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. അവൻ്റെ ഈമാൻ ശരിയാണെങ്കിൽ അവൻ്റെ മനസ്സ് ശരിയാകണം. അവൻ്റെ മനസ്സ് ശരിയാണെങ്കിൽ എന്ത് വേണം? വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. മനസ്സ് ശരിയാണെങ്കിൽ അവൻ്റെ നാവും ശരിയാകണം. അപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ നിയന്ത്രണം അത് വലിയ ഒരു കാര്യമായിക്കൊണ്ട് തന്നെയാണ്
വിശുദ്ധ ഗ്രന്ഥവും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി കൂടി ജീവിതത്തിൻ്റെ ഈ പരക്കം പാച്ചിലുകൾക്കിടയിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത് മറന്നു പോകരുത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അധികം ആളുകളും നരകത്തിൽ കൂപ്പുകുത്തി വീഴുന്നത് വഹൽ യുകബ്ബുൻ നാസു അലാ വുജൂഹിഹിം ഫിന്നാർ ഹില്ലാ ഹസായിദു അൽസിനതിഹിം എന്ന, അവരുടെ നാവുകൾ കൊയ്തെടുത്ത വിളവുകളിലൂടെയാണ് അധികം മനുഷ്യരും നരകത്തിൽ കൂപ്പുകുത്തി വീഴുന്നത് എന്നാണ്. വെറുതെയല്ല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ ലമിനലി മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഒരാളുടെ രണ്ടവയവങ്ങളെക്കുറിച്ചാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തൻ്റെ താടിയല്ലുകൾക്കിടയിലുള്ള അവയവം, അവൻ്റെ നാവ്, അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ വമാ ബൈന റിജ്ലൈഹി, അവൻ്റെ കാലുകൾക്കിടയിലുള്ള അവയവം, ഏതൊരു വ്യക്തിയും സ്ത്രീയും പുരുഷനുമാണ് എങ്കിൽ തങ്ങളുടെ ഗുഹ്യസ്ഥാനം കൊണ്ട് അവൻ തെറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അൽമൻ ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്നതിന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളേറെ സൂക്ഷിക്കേണ്ട രണ്ട് അവയവങ്ങളാണ് എല്ലില്ലാത്ത ഈ രണ്ട് അവയവങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ എൻ്റെ അരികിൽ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആളുകൾ, എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരായിരിക്കുമെന്നോ അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ളവരായിരിക്കും, നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമകളായിരിക്കും എന്നാണ്. ഈ ഒരൊറ്റ ഗുണമുണ്ടായാൽ മതി, സൽസ്വഭാവം, നല്ല പെരുമാറ്റം, അതിലെല്ലാം ഉണ്ട്. അത് നമുക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമെന്ന പോലെ തന്നെ, ജനങ്ങൾക്കിടയിൽ നമ്മൾ സ്വീകാര്യരായിരിക്കും എന്നതുപോലെ തന്നെ പരലോകത്ത് പടച്ച തമ്പുരാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അരികിൽ ഏറ്റവും അടുത്ത ഒരു ഇരിപ്പിടം നമുക്ക് വേണ്ടി ഉണ്ടാകും. ആ റസൂൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം കരുതലോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. നേരെ മറിച്ചും റസൂലുള്ള പറഞ്ഞു, വഇന്ന അബ്ഗലുക്കും ഇലയ്യ വഅബഅദുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവരായ ആളുകൾ, എന്നിൽ നിന്ന് ബഹുദൂരം അകന്നു കഴിയുന്ന ആളുകൾ ആരായിരിക്കുമെന്നോ അസ്സർസാറൂൻ എന്നാണ്. ആ പദത്തിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സറസറ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, ദീർഘമായി ശ്രോതാക്കൾക്ക് ശ്വാസം മുട്ടുന്ന വിധത്തിൽ നിർത്താതെ സംസാരിക്കുന്ന ആളുകളാണ് അസ്സർസാറൂൻ എന്ന് പറയുന്നത്. പിന്നീടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മുത്തശദ്ദിഖൂൻ, അവരുമാണ്. മുത്തശദ്ദിഖീൻ എന്ന് പറഞ്ഞാൽ അല്ലദീ യതതാവലു അലന്നാസി ഫിൽ കലാം വയബ്ദു അലൈഹിം എന്നാണ്. ജനങ്ങളോട് ഇങ്ങനെ നിർത്താതെ വർത്താനം പറയുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അവരുടെ സംസാരങ്ങളിൽ അസഭ്യങ്ങളും അശ്ലീലങ്ങളും ഇടകലർത്തി ജനങ്ങളെ അവർ ഭത്സിച്ചു കൊണ്ടിരിക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇങ്ങനെ. അപ്പോൾ ജനങ്ങളെ തങ്ങളുടെ വാക്കുകളിലൂടെ, പ്രസ്താവനകളിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ ഇകഴ്ത്തുകയും ഇടിച്ചു താഴ്ത്തുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന രീതി, അത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതല്ല. റസൂലിൻ്റെ അരികിൽ പരലോകത്ത് ഏറ്റവും അകന്നു കഴിയാനാണ് ആഗ്രഹമെങ്കിൽ അത്തരക്കാർക്കുള്ള സ്വഭാവമാണത്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വിഭാഗമായിക്കൊണ്ടാണ് ഇത്തരം ആളുകളെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മൂന്നാമതായി പറയുന്നത് അൽ മുത്തഫൈഹിഖൂൻ എന്ന, അസ്സർസാറൂൻ അൽ മുത്തശദ്ദിഖൂന അൽ മുത്തഫൈഹിഖൂൻ. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, സർസാറൂൻ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി റസൂലേ. നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ,
മറ്റുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് റസൂൽ ഈ വിശദീകരണം നൽകിയത്. അൽ മുത്തഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തകബ്ബിറൂൻ എന്നുകൂടിയാണ്. തങ്ങളുടെ സംസാരങ്ങളിൽ ഗർവവും അഹങ്കാരവും നടിച്ചുകൊണ്ട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകളാണത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. സഹോദരങ്ങളെ, ഇത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിന് നാളെ പരലോകത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ, പ്രവാചകന്റെ അടുത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരത്തിൻ്റെ കാര്യം ഖുർആൻ പറഞ്ഞപ്പോൾ അതിൻ്റെ രീതി ശൈലി പറഞ്ഞിടത്തൊക്കെ പറഞ്ഞു. ജുമാ സമയങ്ങളിൽ നമ്മൾ ഓതിക്കേൾക്കുന്ന ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മാത്രമല്ല ഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വയുള്ള വാക്കുകളായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സംസാരങ്ങൾ അത് നേരെയായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഓഫർ എന്താണെന്നോ, അങ്ങനെയാണെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെയാക്കി തരുന്ന. നമ്മൾ നമ്മുടെ ഓരോ കർമ്മങ്ങളും നേരെയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക്, നമ്മുടെ എല്ലാ കർമ്മങ്ങളും നേരെയാകാൻ നമുക്കുണ്ടായിത്തീരും. ആ തൗഫീക്ക് കൂടി അള്ളാഹു നമുക്ക് ചെയ്തു തരുമെന്ന് പറയുന്നു. നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും. മാത്രമല്ല സംസാരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഫിർഔന്റെ അരികിലേക്ക് മൂസാ അലൈഹിസ്സലാം അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോൾ ധിക്കാരിയായ, അഹങ്കാരിയായ, സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയുടെ അയാളുടെ കൊട്ടാരത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ധൈര്യം പകർന്നുകൊണ്ട് അള്ളാഹു അവരോട് പറയുന്നുണ്ട്, വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ മൃദുവായ വാക്കിൽ നിങ്ങൾ രണ്ടുപേരും അവനോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഖൗലുൻ ലയ്യിൻ, ഖൗലുൻ സദീദ്, അതേപോലെ തന്നെ ഖൗലുൻ കരീം. ഇതൊക്കെയാണ് വിശ്വാസികളുടെ സംസാരത്തിൻ്റെ രീതിയും ശൈലിയുമാകേണ്ടത്. ഖൗലുൻ കരീം എന്ന് പറഞ്ഞാൽ ആദരപൂർവമായ സംസാരം. ആരെയോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവരെ ബഹുമാനിച്ച്, ആദരിച്ച്, അവർക്ക് സ്ഥാനം നൽകി, വില കൽപ്പിച്ച്, അവരെ അംഗീകരിച്ച്, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള സംസാരം. ഖുർആൻ ഇത് പ്രയോഗിച്ചിട്ടുള്ളത് മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാകണമെന്ന് പറഞ്ഞിടത്താണ് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ആദരപൂർവ്വം നിങ്ങൾ അവരോട് സംസാരിക്കണമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സംസാരം, നമ്മുടെ വാക്ക്, ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എങ്ങനെ വായുവിൽ കലർന്നു പോകുമെന്ന വിശ്വാസക്കാരല്ല. നമ്മൾ ഉരുവിടുന്ന ഓരോ വാക്കും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങളുടെ അരികിലുള്ള മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ഉരിയാടുന്ന, ഉച്ചരിക്കുന്ന ഓരോ വാക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഇന്ന അലൈക്കും ലഹാഫിലീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, നിങ്ങൾ പറയുന്നതിനെക്കുറിച്ച്, പ്രസ്താവിക്കുന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങളുടെ അരികിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നും അശ്ശാഹുല്ലാഹു വനസൂഹു, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നു, പറയുന്ന ആളുകൾ മറന്നു പോകുന്നു എന്നാണ്. മനുഷ്യരായ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ ചിലപ്പോൾ പറഞ്ഞതെന്താണെന്ന് മറന്നുപോകും. പക്ഷേ ഇതൊക്കെ രേഖയിലുണ്ട്. അങ്ങനെയുള്ള ഒരു രേഖ നമ്മുടെ കയ്യിൽ കിട്ടും. ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്, സത്യമായും നിങ്ങളോട് യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുന്ന ഒരു രേഖ, ഒരു ഗ്രന്ഥമിതാ നമ്മുടെ അരികിലുണ്ട്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം അത് കൃത്യമായി പകർത്തി വെക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു രേഖ നമ്മുടെ കയ്യിൽ തന്നുകൊണ്ട് പറയും, ഇഖ്റാ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, മനുഷ്യ, നിന്റെ ജീവിത പുസ്തകം നീ വായിച്ചു നോക്കൂ, നിന്നെ വിചാരണ ചെയ്യാൻ വേറെ ഒരു തെളിവും വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമെന്നാണ്. അങ്ങനെയുള്ള ഒരു ദിവസത്തെ, ആ ദിവസത്തിലുള്ള വിജയത്തെ, അതാണ് നമ്മൾ പ്രധാനമായും കാണേണ്ടത്. ഇവിടെ ജീവിതവും, ഈ ജീവിതത്തിൽ ദുനിയാവിൽ
നമുക്ക് പരാജയങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും. അതിനിടയിൽ നമ്മുടെ യഥാർത്ഥ വിജയത്തെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും അത് നമ്മുടെ വാക്കിലും നോക്കിലും ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം ചേർത്ത് വെക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത വിജയം നേടാൻ എല്ലാ അസംബന്ധങ്ങളിൽ നിന്നും അകലം പാലിച്ച് വിട്ടുനിന്ന് കഴിയേണ്ടവരാണ് ഓരോ വിശ്വാസിയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. വിശ്വാസികൾ എന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്, സൂറ അൽ മുഅ്മിനൂൻ. അത് ആരംഭിക്കുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയുള്ള വിശ്വാസികളാണ് എന്ന് അല്ലാഹു തുടർന്ന് വിശ്വാസികൾക്കുണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളെ 6-7 എണ്ണം പിന്നീട് വിശദീകരിച്ച് തരികയാണ്. അതിൽ പ്രാധാന്യപൂർവം അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭക്തിയോടുകൂടി അത് അനുഷ്ഠിക്കുന്നവരാണെന്നാണ്. നമസ്കാരത്തിൽ ഭക്തിയോടുകൂടി അത് നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് വിജയം വരിച്ച വിശ്വാസികളുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് പറയുന്നത് നോക്കൂ, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, നിരർത്ഥകമായ സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് അവർ എന്നാണ് രണ്ടാമത്തെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൂന്നാമത് പറയുന്നതോ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്നല്ല. ഈ പ്രയോഗം തന്നെ എന്താണ് സക്കാത്ത് എന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നവരാണ്. സക്കാത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇസ്ലാം സക്കാത്ത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പരിപൂർണമായി നടപ്പിലാക്കാൻ എന്തൊക്കെ വേണമോ അതൊക്കെ ചെയ്യുന്നവനാണ് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി നിർബന്ധപൂർവം തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 2 ആരാധനാ കർമ്മങ്ങൾ, അതാണ് ഒന്നാമത് പറഞ്ഞ നിസ്കാരം, പിന്നെ സക്കാത്താണ്. അതിനിടയിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ നിരർത്ഥകമായ സംസാരങ്ങളിൽ നിന്നൊക്കെ അകന്നു കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നാണ്. അപ്പോൾ നമ്മുടെ സംസാരത്തെ എത്രമേൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണണമെന്നും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ പ്രയോഗങ്ങൾ, നാവിൽ നിന്നാണ് തെറിച്ചു പോയാൽ അതിനാണ് നമ്മൾ തെറി എന്ന് പറയുക. അങ്ങനെയുള്ള വാക്കുകൾ ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ള ആളുകളെ നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരവസ്ഥയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആദ്യമായി അതുകൊണ്ട് വേദനിക്കുന്ന ആളുകളോട് നമ്മൾ ക്ഷമാപണം നടത്തുകയും അവരോട് പൊരുത്തപ്പെടാൻ പറയുകയും ചെയ്താലേ നമ്മുടെ ആ പാപത്തിൽ നിന്ന് നമ്മൾ തൗബ ചെയ്താൽ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അനാവശ്യ സംസാരങ്ങളിൽ മുഴുകാതെ അർത്ഥശൂന്യമായ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഇടപെടാതെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് അനന്തരമെടുക്കാൻ പോകുന്നവർ. എന്തിനെ? അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഫിർദൗസിനെ, പറുദീസ. ആ പറുദീസയിൽ കാലാകാലം ജീവിക്കുന്നവരായിരിക്കും ഈ സത്യവിശ്വാസികളെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധഗേഹമായ പറുദീസയിൽ ഒരുമിച്ച് കൂടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും ഒക്കെ വരുന്ന വീഴ്ചകൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ.
അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനസ്സമാധാനവും പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.